നാളുകൾ കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ അടച്ചു വെച്ചത് ഈ കല്ലാണെങ്കിൽ ഈ കല്ലിനെ മാറ്റേണ്ടത് നമ്മുടെ ശക്തിയാണ്. ആ ശക്തി ലഭിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നവരായി എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് ഒരു നിമിഷം ദൈവത്തോട് പറയാം, കർത്താവെ, കേൾക്കുന്ന വചനം അത് ശക്തിയോടെ, മഹത്വത്തോടെ, അത് രോഗശാന്തിയോടെ, വിടുതലോടെ, അത്ഭുതത്തോടെ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയും മഹത്വവും വെളിപ്പെടുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ നാമത്തിലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അടിയനെ താഴ്ത്തിയേൽപ്പിക്കുന്നു. കർത്താവേ, അടിയൻ്റെ നാവിനോട് കൂടെ വചനവും വചനത്തിൻ്റെ പൊരുളിനെയും പരിശുദ്ധാത്മാവ് വേർപെടുത്തി അത്ഭുതമാക്കി മാറ്റണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനായി ഞങ്ങളങ്ങനെ സ്തോത്രം ചെയ്യുന്നു. അത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ആത്മാവിനെ കഴിഞ്ഞ താഴ്ച പറഞ്ഞു ആത്മാവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചു. ആത്മാവ് എവിടെയുണ്ടോ അവിടെ സ്വാതന്ത്ര്യം വരും. ഈ പകലിൽ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മൾ വ്യക്തമായി തരണം, നമ്മുടെ മേലുള്ള ദൈവിക തിരഞ്ഞെടുപ്പിനെ അറിയണം. നമ്മുടെ മേൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ നമ്മൾ വ്യക്തമായി അറിയണം. തിരഞ്ഞെടുപ്പിനെ നമ്മൾ അറിയാതെ പോകുന്നതാണ് നമ്മുടെ പല ജീവിതത്തിനകത്തെയും വീഴ്ചകൾ വരുന്നതിൻ്റെ കാരണം. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു കൊണ്ടിരുമ്പോൾ തിരഞ്ഞെടുത്തവൻ്റെ മേൽ ദൈവത്തിൻ്റെ ജീവനെ പകരും, അവൻ്റെ മേൽ ആത്മാവിനെ പകരും. ഞാനതുകൊണ്ടാണ് നിങ്ങളോട് മുമ്പേ പറഞ്ഞത്, ചാരം മൂടിക്കിടക്കുന്ന ചില കനലുകളുണ്ട്. മൂടിക്കിടക്കുന്ന കനലുകളുണ്ട്. അവരുടെ മേൽ ദൈവമിട്ട ശുശ്രൂഷയുണ്ട്, അല്ലെങ്കിൽ ദൈവമിട്ട പദ്ധതികളുണ്ട്. നിങ്ങൾ പകൽ തിരിച്ചറിയണം, ഈ ചാരം മൂടിക്കിടക്കുന്നത് കാറ്റുകൊണ്ടത് കത്താൻ തുടങ്ങിയാൽ, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സാകാം, നിങ്ങൾ ചെയ്യുന്ന ജോലികളാകാം, നിങ്ങൾ എന്തിൽ നിൽക്കുന്നോ അത് വിശാലതയിലേക്ക് വരും. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? എന്ത് പ്രവൃത്തി ചെയ്യുന്നോ ആ പ്രവൃത്തി വിശാലമാവും. ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ബിസിനസ് വിശാലമാവും. ജോലിയിൽ നിൽക്കുന്നതാണ്, അവർക്ക് പ്രമോഷനുകൾ വരും. അവരെന്തിൽ ചെയ്യുന്നോ അതിനെ വിശാലമാകും. എന്തുകൊണ്ട് വിശാലത വരുന്നില്ല? ഇത് ചാരം മൂടിക്കിടക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചറിയാതെ പോകുന്നു. തിരിച്ചറിയാതെ പോകുന്നിടത്തോളം കാലം, എത്ര കാലം നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയാലും ആത്മാവ് എന്ത് ചെയ്യത്തില്ല? മൂവ് ചെയ്യത്തില്ല. ആത്മാവുണ്ട് നമ്മുടെ മേൽ. ആത്മാവിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. പിന്നെ ഏത് ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നേ? ജഡ മനുഷ്യൻ്റെ ശബ്ദം നമ്മൾ കേൾക്കും. ഈ ജഡ മനുഷ്യൻ്റെ ചിന്തയും ജഡ മനുഷ്യൻ്റെ പ്രവൃത്തിയും ആരിൽ വെളിപ്പെടും? എന്നിൽ വെളിപ്പെടും. ഈ വെളിപ്പെടുത്തുന്നോളം കാലം എൻ്റെ നന്മയെ വെളിപ്പെടത്തില്ല. ജഡ മനുഷ്യൻ്റെ ശബ്ദം വെളിപ്പെടുമ്പോൾ, നമ്മൾ ഇന്നലെ ഞാൻ എടുത്തു പോയതാ, അബ്രഹാമിലേക്ക് വരുമ്പോൾ അബ്രഹാമിൻ്റെ ദൈവ ശബ്ദം കേട്ടു. ദൈവ ശബ്ദം കേട്ടിട്ടും ആ ശബ്ദത്തിൽ എന്ത് ചെയ്യുന്നില്ല? സ്റ്റെപ്പ് വെക്കുന്നില്ല മുന്നോട്ട്. ആ ദൈവം വിളിച്ച മെസൊപ്പൊത്യോമ്യ വെച്ച് വിളിക്കുന്ന ശബ്ദത്തിന് ആര് ചെവി കൊടുത്തില്ല? കേട്ടു, ദൈവത്തിന്റെ വിളിയെ കേട്ടു, പക്ഷെ അടുത്ത തലത്തിലേക്ക് പോകുന്നില്ല. അവിടെ പറയുന്നു, അവനും അവന്റെ ഭാര്യയും ശബ്ദം കേട്ടെങ്കിലും അവിടെ തന്നെ നിന്നു. അതിനുശേഷം ദൈവം വീണ്ടും വിളിക്കുന്നു, ഹാരാനിൽ വെച്ച് വിളിക്കുന്നു വീണ്ടും. ദൈവ ശബ്ദം കേട്ടപ്പോ ദൈവം ഒരു ഡിമാൻഡോടെ ചെയ്തു, ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് വാ ആരരികിലേക്ക്, എന്നരികിലേക്ക്. ഇനിയും അവർ വേണ്ട, ഞാൻ നിന്നെ നടത്താം. എൻ്റെ കൂടെ എത്ര പേര് വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സകലതിനെയും നീ വിട്, ചാർച്ചക്കാരെ പിതൃഭവനം വിട്, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കാൻ പോവാ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കാൻ പോവാ. സകലതിനെയും വിട്ടിറങ്ങുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 12 എടുക്കണ്ട, സകലതും വിട്ടിറങ്ങിയ അബ്രഹാമിനെ എവിടെയെല്ലാം ശൂന്യത അബ്രഹാമിന്റെ ഭവനത്തിലും അബ്രഹാമിന്റെ ജീവിതത്തിൽ വന്നോ,
ആ ശൂന്യതകളെ മുഴുവൻ ദൈവം തമ്പുരാൻ മാറ്റുവാൻ തുടങ്ങി. ഇന്ന് ആത്മാവിലാണ്. ആത്മാവിന്റെ ശബ്ദത്തെ കീഴ്പ്പെട്ട് ഒരുവൻ നിൽക്കാൻ റെഡിയാണെങ്കിൽ അവന് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാൻ തുടങ്ങും. ഈ അത്ഭുതങ്ങളെ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് എടുക്കണമെന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് വരാം. ഇവിടെ എല്ലാം കാണുന്നു. ദൈവ ശബ്ദം കേട്ടിറങ്ങിയവനോട് പറയുക, പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. ദൈവം ഒരു അഭിഷേകത്തിന്റെ നിറവിലാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ദൈവം തെരഞ്ഞു പിടിച്ചാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. എത്ര പേർ ആമേൻ പറയുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. നമ്മളായിരുന്ന പല സ്ഥലത്തിൽ നിന്നും ദൈവം തിരഞ്ഞു പിടിച്ചാണ് ദൈവം അഭിഷേകം ചെയ്യുന്നത്. സങ്കീർത്തനം 89-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. 89-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി. അപ്പോൾ നോക്കൂ, ഞാൻ പറഞ്ഞ വാക്കിലോട്ട് വരുന്നുണ്ടോ? ദൈവം ദാസനായ ദാവീദിനെ എന്തെത്തി? കണ്ടെത്തി. അപ്പൊ നമ്മളെ കണ്ടെത്തിയതാണോ? ദൈവം നമ്മളെ കണ്ടെത്തിയതാ. പിതാവ് ആകർഷിക്കാതെ പുത്രന്റെ അടുത്ത് ആരും വന്നു ചേരത്തില്ല. അപ്പൊ നമ്മുടെ മേലുള്ള കോളിങ്ങിനെ നിങ്ങൾ ഇന്ന് പകൽ തിരിച്ചറിയണം. അപ്പൊ ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി. എന്നിട്ട് വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. ആണോ? ഈ എല്ലാം നിങ്ങളൊന്ന് കൂട്ടി യോജിപ്പിച്ചോണം. ദാവീദിനെ ആര് കണ്ടെത്തി? ദൈവം കണ്ടെത്തി. പ്രവാചകനെ പറഞ്ഞു വിട്ടു. യിശയ്യായുടെ ഭവനത്തിലേക്ക് പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു, നീ അവിടെ പോകണം, ഞാൻ അവിടെ രാജാവിനെ കണ്ടെത്തിയിട്ടുണ്ട്. കടന്നു ചെന്നവൻ മക്കളെ നിരത്തി നിർത്തി ചോദിച്ചു, ഇതിൽ വേറെയും ഉണ്ടോ? ഉണ്ട്, ആടിനെ മേയ്ക്കാൻ പോയിരുന്നു, അവനെ കൊണ്ടുവരാൻ പറഞ്ഞു. അവൻ വന്നപ്പോ യഹോവയായ ദൈവം തിരഞ്ഞെടുപ്പ് അവിടെ വെച്ച് ദാവീദിന്റെ മേൽ നടത്തി. ഇവിടെ പറയുന്നു, കണ്ടെത്തി, വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. എന്നിട്ട് എന്റെ കൈ അവനോടുകൂടെ സ്ഥിരമായിരിക്കും. എന്നിട്ട് കണ്ടോ, ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ മേലും എൻ്റെ മേലും വന്നിട്ടുണ്ട്. ആരാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ? ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, ദൈവത്താൽ അഭിഷേകം വന്നവർ, ദൈവത്തിൻ്റെ കരം കൂടെ ഇരിക്കുന്നവർ, ദൈവം ഉയർത്തുവെന്ന് വാഗ്ദത്തം ചെയ്തവർ. ആമീൻ. എന്നിട്ട് പറയാ, ശത്രു അവനെ തോൽപ്പിക്കത്തില്ല, വഷളൻ അവനെ പീഡിപ്പിക്കുകയുമില്ല. അപ്പൊ ദൈവം വിളിച്ച ഒരുവനെ കുറിച്ച് ദൈവത്തിന് പദ്ധതി. ദൈവം അവനെ അഭിഷേകം ചെയ്ത് നിർത്തുക. അപ്പൊ എവിടുന്നാണ് ഇത് വിളി വരുന്നത്? യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വന്ന് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന് 5-ാമത്തെ വാക്യം. യിരെമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നീ. അപ്പൊ ആർക്കു വേണ്ടി? ആരാണ് സൃഷ്ടിക്കപ്പെട്ടവനാ? ആത്മാവിനെ കൊണ്ടുവരും തിരിച്ചറിയണം. യിരെമ്യാ പ്രവാചകനോട് പറയുക, നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. അപ്പൊ എന്നെ പൂർണ്ണമായി അറിയുന്ന ഒരു ദൈവത്തിന്റെ അരിയിലാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ ഞാൻ പറയാം, ഞാൻ പാവിയാണ്, പുഴുവാണ്, തുരുമ്പാണ്, എൻ്റെ വീട് എങ്ങനെ നടന്നു പോകും, എൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയുക. ഞാൻ ആരുടെ അടുത്തിരിക്കാൻ തയ്യാറല്ല. ഓ, എൻ്റെ കൂടെ നിങ്ങളുണ്ടോ? ദൈവസന്നിധിയിൽ ഞാൻ ഇരിക്കാൻ തയ്യാറല്ല. ഞാൻ ഒഴിവൊഴിവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ദൈവം എന്നെ വിളിച്ചത് അവൻ്റെ അഭിഷേകത്തിനകത്ത് എന്നെ വിളിച്ചത്.
ഒന്ന്. രണ്ട്, അവൻ എന്നെ കുറിച്ച് വ്യക്തമായ പദ്ധതിയുണ്ട്. ഇത് വെളിപ്പെടാതിരിക്കുന്നത് ചാരം മൂടിക്കിടന്നാൽ നിന്റെ അഭിഷേകം പുറത്തു വരത്തില്ല. ചാരം മൂടിക്കിടന്നാൽ നിന്റെ അതിര് മാറത്തില്ല. ചാരം മൂടിക്കിടന്നാൽ നിന്റെ നന്മ വെളിപ്പെടത്തില്ല. ആമേൻ. ഇന്ന് പകലറിയണം, ദൈവം എന്നെ വിളിച്ചതാണെന്ന് ബോധ്യമുള്ളവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇവിടെ പറയുന്നു, വിശദീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനാക്കി. ആമീൻ. ആര് നിയമിച്ചിട്ടുണ്ട്? ദൈവം എന്നെ നിയമിച്ചു. ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ദൈവം എന്നെ വിളിച്ചു. നിങ്ങൾ പിടികിട്ടുന്നോ? പക്ഷേ ഇത് എന്റെ അകത്ത് എന്ത് ചെയ്യുന്നില്ല? വെളിപ്പെടുന്നില്ല. ഇപ്പോഴും ഞാൻ ആരാന്നും പറഞ്ഞ് നടക്കുക. ഞാൻ പുഴുവാണ്, തുരുമ്പാണ്, കീടനാണ്, എനിക്ക് പ്രശ്നമുണ്ട്, ഞാൻ അങ്ങനാണ്, ഇങ്ങനെ 100 കാര്യങ്ങൾ പറഞ്ഞു നടക്കുക. ദൈവം പറഞ്ഞു, നിന്നെ മുഴുവനായി അറിഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വിളിച്ചേ. പൗലോസിനെ ദൈവം വിളിക്കുന്നു. പൗലോസ് നല്ല മനുഷ്യനല്ലായിരുന്നു, ഇത്രയും ഡീസൻ്റ് ആയ ഒരു മനുഷ്യനില്ലായിരുന്നു. ഈ മനുഷ്യനെ ദൈവം ഇഞ്ഞു വിളിച്ചു. ഇവനെ നല്ലവണ്ണം അറിഞ്ഞിട്ടാണോ? ദൈവത്തിന് വേറെ ആരും ഇല്ലായിരുന്നോ? നല്ല പള്ളിയിലച്ചന്മാരില്ലായിരുന്നു വിളിക്കാൻ? ഇല്ലായിരുന്നോ? ഒരു കുഴപ്പമില്ല നടന്നവരുണ്ടായിരുന്നല്ലോ. അവരെ ആരെങ്കിലും വിളിച്ചോ? ഏറ്റവും മോശമെന്ന് പറയുന്നവനെ വിളിച്ചതുകൊണ്ടാണ് ലോകം മോശമെന്ന് പറഞ്ഞ് എഴുതി വെച്ചവൻ പറയുക, ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ പേർ ചൊല്ലി വിളിച്ചവെന്ന് പൗലോസ് പറഞ്ഞു. പൗലോസിന്റെ വെളിപ്പാടിന് ആധിക്യം വന്നപ്പോൾ പൗലോസ് വീണ്ടും പറയുക, ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ ക്രിസ്തുയേശുവിൽ തെരഞ്ഞെടുത്തു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിയണം, ദൈവം എന്നെ ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ എന്നെ തെരഞ്ഞെടുത്തതിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. പ്രതിസന്ധിയെ കാണുവാനല്ല, പ്രതികൂലത്തെ കാണുവാനല്ല, ദൈവപ്രവൃത്തി വെളിപ്പെടുവാനാ. അപ്പൊ നമ്മളെ വിളിച്ചു വേർതിരിച്ചു. പക്ഷെ നമ്മളിപ്പോ എവിടെയാ നിൽക്കുന്നേ? ചാരം മൂടി നിൽക്കുക. പിടികിട്ടിയോ? യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 29:11 എടുത്ത് 29 അധ്യായം 11 വാക്യം. 29:11 വാക്യം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല. ദൈവത്തിന്റെ അരുളപ്പാട്. അപ്പൊ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം. ഇപ്പൊ ശുഭഭാവി വന്നിട്ടുണ്ടോ? ഒരു അനുഗ്രഹം വന്നു കയറിയിട്ടുണ്ടോ? ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങളെ ശുഭഭാവി പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ദൈവം പറയും, ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. നിങ്ങളെക്കുറിച്ച് എന്നിട്ട് പറയാ, അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പൊ ദൈവം നിങ്ങളെ വിളിച്ചത് എന്തിനു വേണ്ടിയാ? ഇവിടെ കിടന്ന് നാട്ടാൻ തിരിഞ്ഞ് നാട്ടുകാരെ മുഴുവൻ അതും ഇതും പറഞ്ഞ് അങ്ങനെ പോരാണോ? ദൈവം വിളിച്ചത് ഏറ്റവും ശ്രേഷ്ഠനാക്കാനാ. ഇന്ന് പകലിൽ വിശ്വാസം ഏറ്റവും ശ്രേഷ്ഠ. നീ എന്തിൽ കരം വെച്ചാലും അവിടെ ഒരു ബ്ലെസ്സിങ് ഉണ്ടാവും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിലുള്ള വ്യത്യസ്തങ്ങളുണ്ട്, ശുശ്രൂഷകൾ വ്യത്യസ്തങ്ങളുണ്ട്, വിളിയിൽ വ്യത്യസ്തങ്ങളുണ്ട്. എല്ലാവരും രാജാവാക്കണമെന്നില്ല, എല്ലാം പ്രവാചകനാക്കണമെന്നില്ല, എല്ലാവരും രോഗശാന്തി വരപ്രാപ്തരാക്കണമെന്നില്ല. എല്ലാവരെയും പലതായി ദൈവം വിളിച്ചിരിക്കുന്നു. എന്നാൽ ഇതെല്ലാം ഒറ്റ ആത്മാവിനാലാ. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അപ്പൊ നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ നിരൂപണങ്ങൾ അത് നന്മയ്ക്കാണെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് ആര് വരണം? നമ്മൾ വരണം. ആരുടെ ഇഷ്ടത്തിൽ വരണം? ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ വരണം. ദൈവ ഇഷ്ടം ചെയ്യുന്നവനായി മാറണം. പത്രോസ് അപ്പോസ്തലൻ യേശുവിൻ്റെ കൂടെ നടന്നു. എത്ര വർഷം നടന്നു? 3.5 വർഷം നടന്നു. 3.5 വർഷം നടന്ന പത്രോസ് അപ്പോസ്തലൻ ദൈവത്തിൻ്റെ കൂടെ നടന്ന് ദൈവത്തിൻ്റെ ജ്ഞാനമൊക്കെ കിട്ടിയവനാ. ദൈവ വെളിപ്പാട് കിട്ടിയവനായോണ്ടാണ് പറഞ്ഞത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായ എന്ന് പറഞ്ഞു. നിനക്ക് ഈ കാര്യം വെളിപ്പെടുത്തിയ സ്വർഗമാണെന്ന് യേശു പറഞ്ഞു. യേശുവിൻ്റെ മരണത്തോടുകൂടി പത്രോസ് പടവുമായി ഇറങ്ങി. പത്രോസിനെ കുറിച്ച് ആർക്ക് പദ്ധതിയുണ്ട്? നിങ്ങളുടെ കൂടെ വരുന്നുണ്ടോ? പത്രോസിനെ കുറിച്ച് വ്യക്തമായി കർത്താവിന് പദ്ധതിയുണ്ട്. അപ്പൊ പത്രോസ് അങ്ങോട്ട് പോയി പടകുമായി ഇറങ്ങി, വലിയൊരു മീൻകൂട്ടം കിട്ടി. പത്രോസ് അതിനെ വിറ്റു. പിറ്റേ ദിവസം പത്രോസ് ഏതിലേക്ക് പോവും? മീൻ്റെ ഒരു ഹോൾസെയിൽ വ്യാപാരിയായി മാറും. പിടികിട്ടിയോ? ദൈവം വിളിച്ചത്
പത്രോസിനെ വിളിച്ച അപ്പോസ്തലനായിട്ടാണെങ്കിൽ നീ ആ വഴിയിൽ വരുന്നിടം വരെയും ചില കഷ്ടതകൾ നിന്റെ ജീവിതത്തിൽ കാണും. ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ദൈവം നിന്നെ കൂട്ടിക്കൊണ്ടുവരുമ്പോ നീ ദേശത്ത് വാലല്ല, ദൈവം നിന്നെ തലയാക്കി മാറ്റും. ആമി പത്രോസിനെ ദൈവം വിളിച്ചു കൊണ്ടുവന്നപ്പോ രണ്ടാമത് നോക്കിയ പത്രോസിന്റെ പടകിനകത്ത് രാത്രി മുഴുവൻ വല വീശിയിട്ടും മീൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. അക്കരെ നിന്നുകൊണ്ടൊരു ചോദ്യം, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? അവർ പറഞ്ഞു രാത്രി മുഴുവൻ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെ വലത്തുവശത്തേക്ക് വീശുവാൻ പറഞ്ഞപ്പോ അവൻ വലത്തുവശത്തേക്ക് വീശുമ്പോ ഒരു പെരുത്ത മീൻകൂട്ടം പടകിന്മേൽ കയറിയപ്പോ അടുത്തിരുന്നവൻ ചൊറിഞ്ഞിട്ട് പറയുക, അത് നമ്മുടെ കർത്താവാ. ഇന്ന് ചില വഴികൾ മാറി വരാൻ തുടങ്ങിയ നിന്റെ ഭവനത്തിനകത്തൊരു അത്ഭുതം നടക്കാൻ പോകുക. നീ ഇന്ന് ചില വഴികളിൽ നിന്ന് മാറി അവൻ ദൈവ വഴികളിലേക്ക് വരുമ്പോ നീ അറിയാത്ത ഒരു പെരുത്ത മീൻകൂട്ടം നിന്റെ പടകിലേക്ക് വരാൻ പോകുക. അതുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞത്. വിളിച്ചു പറഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, അത് നമ്മുടെ കർത്താവാ. ഇന്ന് പകൽ ആത്മാവിനകത്ത് തിരിച്ചറിയണം, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല കർത്താവുണ്ട്. എത്ര പേർ ആത്മാവിനകത്ത് അറിയുന്നുണ്ട്, എനിക്ക് വേണ്ടി കരുതുന്നില്ല, എന്നെ കുറിച്ച് പദ്ധതിയിട്ട, എന്നെ കുറിച്ച് അമ്മയുടെ ഉദരത്തിലാകുന്നതിന് മുമ്പ് എന്നെ തെരഞ്ഞെടുത്ത ഒരു ദൈവം എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നീ കണ്ടിട്ടില്ലാത്ത വഴികൾ, നീ കേട്ടിട്ടില്ലാത്ത വഴികൾ, നീ കണ്ടിട്ടില്ലാത്ത രാജ്യങ്ങൾ, നീ കണ്ടിട്ടില്ലാത്ത ഭക്ഷണങ്ങൾ നിന്റെ മുന്നേ വിളമ്പാൻ ദൈവം പദ്ധതിയിട്ട ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ദൈവം നിന്റെ മേൽ ഒരു കോളിംഗ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ആത്മാവിൽ അറിഞ്ഞോ, നിന്നെ സിംഹക്കുഴിക്കകത്ത് കളഞ്ഞാൽ അവിടെ ദൂതൻ ഇറങ്ങാൻ തുടങ്ങും. ഹല്ലേലൂയ. എന്ന് പകൽക്കാലം നിന്നെ കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടാൽ, ദൈവ വഴി നിൽക്കുന്നവനെ കാരാഗ്രഹത്തിൽ ഇട്ടാൽ അതിന്റെ അടിസ്ഥാനത്തെ ഇളക്കുവാൻ ദൂതൻ ഇറങ്ങാൻ തുടങ്ങും. ഇന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ ആത്മാവിൽ ആത്മാവിൽ ഉടമ്പടി വേ കർത്താവ് നിന്റെ ഹിതം എന്തെന്ന് എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണം. അടിയൻ ഹിത എന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. കർത്താവ് എന്നെ അയക്കണം. യെശയ്യാവിന്റെ മുന്നിൽ സ്വർഗത്തിന്റെ ദൂതൻ ഇറങ്ങിയപ്പോ സ്വർഗത്തിന്റെ കാഴ്ച കാണിച്ചു. ആമീൻ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നു. കൊല്ലൽ കൊണ്ട് തീക്കനൽ എടുത്ത യെശയ്യാവിന്റെ നാവിന്മേ തൊട്ടു അഭിഷേകം പ്രാപിച്ചപ്പോ യെശയ്യാവ് പറഞ്ഞു, അടിയനെ അയക്കണമേ. ഇന്ന് ആത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറയാ, ദൈവഹിതത്തിലേക്ക് ഒരുവൻ പ്രവേശിക്കുമ്പോ അവന്റെ ഭാവിയെ ദൈവം കരുതുവാൻ തുടങ്ങും. ദൈവഹിതത്തിലേക്ക് ഒരുവൻ വരാൻ തുടങ്ങുമ്പോ ആത്മാവ് അവനെ അടുത്ത തലത്തിലേക്ക് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിലാറി ആത്മാവ് ഒരുവന്റെ മേൽ പകരപ്പെടാൻ തുടങ്ങിയ, ആത്മാവിന്റെ ശക്തി ഒരു ഭൂമി പകരപ്പെടാൻ തുടങ്ങിയ, ആത്മാവിന്റെ ശക്തി ഒരു കുടുംബത്തിന്റെ മേൽ പകരപ്പെടാൻ തുടങ്ങിയ, ആത്മാവിന്റെ ശക്തി ഒരു തലമുറയുടെ മേൽ പകരപ്പെടാൻ തുടങ്ങിയ, ദേശത്തിനകത്ത് ദൈവം ചില പ്രവർത്തികൾ ചെയ്യാൻ പോകുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഈ മൂടിക്കിടന്ന ചാരമായിരുന്ന കനൽക്കട്ടയെ സെഹിയോമാളയെ മുറി വെച്ച് കൊടിയ കാറ്റുകൊണ്ട് കർത്താവ് ഉണർത്തി. ഒരൊറ്റ കാറ്റുകൊണ്ട് തീജ്വാല പോലെ പകരാൻ തുടങ്ങിയപ്പോ ഇന്നലെ വരെ കൊച്ചു പെങ്കൊച്ചിന്റെ മുന്നിൽ ഭയപ്പെട്ടുപോയ പത്രോസ് അപ്പോസ്തലൻ പ്രാഗയെ നേർച്ചയും ചെയ്തവന്റെ അകത്ത് തീക്കനൽ കത്താൻ തുടങ്ങിയപ്പോ അവൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അന്ത്യകാലത്ത് സകല ജനത്തിന്റെ മേലും ആത്മാവിനെ പകർന്നു പറഞ്ഞല്ലേ, ഈ ആത്മാവ് എന്റെ മേൽ വന്നു കഴിഞ്ഞു, ഈ ആത്മാവ് ഇവരുടെ മേൽ വന്നു കഴിഞ്ഞു, ഈ ആത്മാവ് ഇന്ന് പകല് യേശുവിന്റെ നാമത്തിൽ ആത്മാവ് ചിലരെ എഴുന്നേൽപ്പിക്കുമ്പോ, ആത്മാവ് ചിലരുടെ മേൽ പകരപ്പെടുമ്പോ, ആത്മാവ് ചിലരുടെ മേൽ അത്ഭുതം ചെയ്യുമ്പോ, ആത്മാവ് അവസ്ഥകളെ മാറ്റുവാൻ പോകുകയോ. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കാൻ റെഡിയാകുന്നുണ്ട്? ദൈവം ആഗ്രഹിച്ച തലത്തിലേക്ക് അവരുടെ ഭാവിയെ ദൈവം തമ്മിൽ മാറ്റുന്നുവെങ്കിൽ ഇന്ന് വിശ്വസിച്ചോ, നീ ആഗ്രഹിക്കുന്ന പ്രത്യാശയുള്ള ശുഭഭാവി വരുവാൻ തക്കവണ്ണം സ്വർഗം നിന്നെ കുറിച്ച് ചില പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ 90-ാം അധ്യായത്തിന് 14-ാമത്തെ വാക്യം പറയുന്നു. 90-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം പറയുന്നു, ഇവിടെ പറയുന്ന വാക്ക് കണ്ടോ, കാലത്തു തന്നെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. കണ്ടോ, ദൈവമേ ഈ പ്രഭാതം മുതൽ എന്ത് ചെയ്യണം? നിന്റെ ഇഷ്ടം. കണ്ടോ വരുന്ന വാക്ക് കണ്ടോ, ദാവീദ് പറയുക, ഞാൻ കാട്ടിലായിരുന്നു, പക്ഷേ അവന്റെ അഭിഷേക തൈലം എന്നെ കൊട്ടാരത്തിലെത്തിച്ചു.
ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തെ അറിഞ്ഞു, നിങ്ങൾ കാണുന്ന തലമല്ല ദൈവം കൊണ്ടിരുന്ന തലം, നിങ്ങൾ ചിന്തിക്കുന്ന തലമല്ല ദൈവം കൊണ്ടിരുന്നത്. നിങ്ങൾ ചില അടുക്കളക്കോണി ഇരുന്ന് പോകാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ചില വഴികളിൽ ഇരുന്ന് പോകാനല്ല ദൈവം നിന്നെ വിളിച്ചത്. നിന്റെ മേൽ ദൈവം ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട്. ആ പദ്ധതി ദൈവത്തിന്റെ ആത്മാവിനാൽ വിജയത്തിലേക്ക് വരും. അപ്പൊ ദൈവം ഒരു പദ്ധതി പ്രകാരം ദൈവം വിളിക്കുമ്പോൾ, അപ്പൊ ഞാൻ ഈ പത്രോസിലേക്ക് വന്നു. ആ പദ്ധതി പ്രകാരം പത്രോസ് ഒറ്റ പ്രസംഗം നടത്തി. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ആത്മാവിനെ പകരുന്നില്ലേ, ഈ ആത്മാവ് എൻ്റെ മേലുണ്ടെന്ന് പറഞ്ഞു. പറയാൻ എന്നെ എളുപ്പമാരെന്നറിയോ, ഒരൊറ്റ കീറാങ് കീറി. പിറ്റേ ദിവസം 2-ാം അധ്യായത്തിൽ ഒരൊറ്റ പ്രസംഗം. ആരുടെ എല്ലാം മനസ്സിൽ കുത്തുകൊണ്ടു, അവരെല്ലാം ചാടി വെള്ളത്തിൽ സ്നാനപ്പെട്ടു. ദൈവം നോക്കി നിൽക്കുക. ദൈവം പത്രോസിനെ നോക്കി നിൽക്കുക. പത്രോസ് പറഞ്ഞ കാര്യം കറക്റ്റ്. അടുത്തത് ദേശത്ത് പത്രോസിനെ ഒന്ന് പൊക്കണം. ഇന്ന് പകൽ അറിഞ്ഞു, നീ നിൽക്കുന്ന നിപ്പ് കറക്റ്റ് ആണെങ്കിൽ ദൈവം നിന്നെ ഉയർത്താൻ പോവാ. നിൽക്കുന്ന നിപ്പ് കറക്റ്റ് ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ദൈവം വരുത്താൻ പോവാ. എത്ര പേര് ആമേൻ പറയാൻ റെഡിയാവുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ദൈവം പത്രോസിനെ സൂക്ഷിച്ചു നോക്കുക. എവിടെ നിന്നോ സൂക്ഷിച്ചു നോക്കുന്നറിയോ? ഈ സൂക്ഷിച്ചു നോക്കി നമ്മൾ കാണാം, യേശു ക്രൂശുമായി പോകുമ്പോ പടുപടാന്ന് തള്ളിപ്പറയുന്ന പത്രോസിനെ കാണാം. ഒരു ദൂര പരിധിയിൽ പത്രോസ് പിഞ്ചെല്ലുന്നതാണ്. തള്ളിപ്പറഞ്ഞു, കോഴി കൂകി, യേശു തിരിഞ്ഞു നോക്കി. ഈ യേശു, പത്രോസ് ഉയർത്തെഴുന്നേറ്റ യേശു പത്രോസിനെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുക. അഭിഷേകം വന്നപ്പോ ചാടി എഴുന്നേറ്റു. അഭിഷേകം വന്നവൻ പറഞ്ഞു, അന്ത്യകാലത്തെ ആത്മാവ് എന്റെ മേൽ വന്നെന്ന് പറഞ്ഞു. അവ 2-ാം അധ്യായത്തിൽ ഒരു ഉഗ്രം പ്രസംഗം നടത്തി. സ്വർഗം നോക്കി നിൽക്കുക. ഇന്ന് പകൽ ദൈവം ഉയർത്താൻ പ്ലാൻ ചെയ്യുക. ഇന്ന് ആത്മാവിനകത്ത് വിളിച്ചു പറയാം, ആരുടെയൊക്കെയോ ജീവിതം ഇനി പകൽ മാറാൻ പോകുക. ആരുടെയൊക്കെയോ ജീവിതത്തിനകത്ത് ദൈവം ചില പദ്ധതികൾ ചെയ്യാൻ പോകുക. ചിന്തിക്കാത്ത സമയത്ത് ചില അത്ഭുതങ്ങൾ നടക്കാൻ പോകുക. ചിന്തിക്കാത്ത സമയത്ത് ചില ഭവനത്തിനകത്തുനിന്ന് ദൈവം നിന്നെ പുറത്തേക്ക് കൊണ്ടുവരാൻ പോകുക. ചിന്തിക്കാത്ത സമയത്ത് ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുക. ആമേൻ. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ദൈവത്തിന്റെ പദ്ധതി നിങ്ങൾ നോക്കിക്കോണം. ദൈവം ചെയ്യാൻ പോകുന്ന ദൈവം മുന്നമേ കണ്ടതാ. കണ്ടോ? ദൈവം കാണുന്നത് ദൈവം മുന്നമേ കണ്ടതാ. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം അവർ പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുക. എന്നിട്ട് അമ്മയുടെ ഗർഭം മുതൽ എവിടെ മുതൽ എന്നാ പറഞ്ഞേ? ഗർഭം മുതൽ. യെരമ്യാവിനോട് പറഞ്ഞതോ, നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ പ്രവാചകനായി നിയമിച്ചു. ഇതെവിടെ തുടങ്ങുന്നു നോക്കിക്കോണം. ദൈവത്തിന്റെ പ്ലാനിങ് വലുതാ, ദൈവത്തിന്റെ പദ്ധതിയും വലുതാ. അപ്പൊ ഇവരെ ആര് നോക്കിക്കൊണ്ടിരിക്കുക? ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. ഇവരുടെ മേൽ എന്തുണ്ടെന്ന് പറഞ്ഞു? ആത്മാവുണ്ടെന്ന് പറഞ്ഞു അല്ലേ? 11-12 പേരും പറഞ്ഞു ഇവരുടെ മേൽ ആത്മാവുണ്ട്, മത്യാസ് ഉൾപ്പെടെ. ഈ ആത്മാവുള്ള പത്രോസ് യോഹന്നാനും സുന്ദരം എന്ന ഗോപുരത്തിലേക്ക് വരിക, ഗോപുരത്തിന്റെ വാതിക്കലേക്ക് വരിക, ഇവർ പ്രാർത്ഥിക്കാൻ വരുക. യേശു കർത്താവ് പ്ലാനിങ്ങിലോടുകൂടി ചെയ്യുന്ന ആളാ. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം നിർത്തി. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. അതന്നെ വായിച്ചു. പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചുകൂടായാൽ കിടക്കയോടെ ഇറക്കി വെച്ചു. അപ്പൊ നോക്കി, ദൈവ പദ്ധതി കണ്ടോണം. ദൈവ പദ്ധതിക്കകത്ത് യേശു കർത്താവ് ഒരു വീടിനകത്തിരിക്കുക, അനേകരെ സൗഖ്യമായിക്കൊണ്ടിരിക്കുക. ഇവരെ ചുമന്നോണ്ട് വരുന്ന വിവരം ആർക്കറിയാം? കർത്താവിനറിയാം. പക്ഷെങ്കിൽ അവരുടെ വിശ്വാസത്തിന്റെ വർധനവ് വെളിപ്പെടണമെങ്കിൽ മേൽക്കൂര പൊളിക്കണം.
അവരുടെ വിശ്വാസം നോക്കി. അവർ മേൽക്കൂര പൊളിച്ചു, യേശുവിന്റെ അരികിലേക്ക് ഇറക്കി വെച്ചു. ഇറക്കി വെച്ചപ്പോൾ യേശു പറഞ്ഞു, നിന്റെ പാപങ്ങൾ എന്ത് മോഹിച്ചു വന്നിരിക്കുന്നില്ല, നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, കിടക്കെടുത്ത് നടന്നു പോയിക്കോളാം. അവനോട് പറഞ്ഞു. അവർ കിടക്കെടുത്ത് നടന്നുപോയി. ഇവിടെ നമ്മുടെ അകത്ത് വരുമ്പോ ഇവിടെ അകത്ത് ദൈവത്വം മുന്നവേ പദ്ധതി പ്രകാരമാണ് വിളിക്കുന്നേ. ദൈവ പദ്ധതി പ്രകാരം ഇവിടെ ദൈവം വിളിച്ച ആത്മാവുള്ളവൻ ഇപ്പൊ എവിടെ നിൽക്കുക? സുന്ദരം എന്ന ഗോപുരത്തിന്റെ വാതിക്കെ നിൽക്കുക, അല്ലേ? ആണോ? ആണെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അമ്മി നിങ്ങളുടെ അകത്ത് നല്ലവണ്ണം അറിയണം. ആമി നിങ്ങളുടെ അകത്ത് വെളിപ്പെട്ടിരിക്കുന്ന ആത്മാവിനെ തിരിച്ചറിയണം. ആണേ, ഈ ആത്മാവിന്റെ ശക്തി വെളിപ്പെടുവാൻ തുടങ്ങുമ്പോ ദൈവം നിങ്ങളുടെ സ്ഥിതിയെ മാറ്റും. ഒരുവന്റെ മേൽ ആത്മാവ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോ, അമ്മ ചാരം മൂടിക്കിടക്കുന്ന കഥയല്ല ഞാൻ പറയുന്നേ. ആത്മാവ് മൂടിക്കിടക്കാനല്ല, ആത്മാവ് ഉണരുവാനുള്ളതാ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. മത്തായിയുടെ സുവിശേഷം 7:1-8 വായിച്ച 7-ാമത്തെ 8-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 7:8, 7-ാമത്തെ 8-ാം വാക്യം. യാചിക്കുന്നവൻ ഏവനും എന്ത് ചെയ്യും? ലഭിക്കുന്നു. അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു. മുട്ടുന്നവന് വേണ്ടി തുറക്കും. അപ്പം ആത്മാവിനെ യാചിച്ചൊരു സ്ഥലമുണ്ടായിരുന്നു. എവിടെയായിരുന്നു? സെഖ്യോമാളി മുറിയിൽ. ആത്മാവ് യേശു പറഞ്ഞു. എന്താ പറഞ്ഞു യേശു പറഞ്ഞേ? എന്റെ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി നിങ്ങൾ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. ഇവരെന്നിട്ട് പറഞ്ഞു. എന്നിട്ട് യേശു പറയുക, അപ്പോസ്തലൻ പറഞ്ഞു, 1:8 എടുക്കണ്ട, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും ശമര്യയിലും ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളാവും. ആണേ, ആരെ കുറിച്ചാ പറഞ്ഞേ? യേശു പറഞ്ഞേ ആത്മാവിനെ കുറിച്ചാ. ഈ ആത്മാവിനെ അവരെവിടെ കാത്തിരുന്നു? സെഖ്യോമാളി മുറി കാത്തിരുന്നു. യേശു പറഞ്ഞു, യാചിപ്പീൻ എന്നാൽ ലഭിക്കും, മുട്ടുവീൻ തുറക്കപ്പെടും, അന്വേഷിപ്പീൻ എന്തിനെ കണ്ടെത്തും? ആത്മാവിനെ കണ്ടെത്തും, ദൈവത്തെ കണ്ടെത്തും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കണ്ടെത്തും. ആമേൻ. മുട്ടി ദൈവസന്നിധി നിലവിളിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദിവസങ്ങളോളം ദൈവസന്നിധി കാത്തിരിക്കുമ്പോ നെരിപ്പോട് പോലെ കത്തിക്കൊണ്ടിരുന്നതിന് മേൽ കൊടിയ കാറ്റടിക്കാൻ തുടങ്ങി. ആത്മാവ് അവരെ എഴുന്നേൽപ്പിക്കാൻ തുടങ്ങി. ഇന്ന് പകൽ കാത്തിരിക്കുന്നവരോട് ഞാൻ പറയാ, നിന്റെ അടുത്ത സ്റ്റേജിലേക്ക് ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുക. അടുത്ത തലത്തിലേക്ക് ആത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോവുക. അടുത്ത റൂട്ടിലേക്ക് ദൈവം മാറ്റാൻ പോവുക. ഇന്നലെ വരെ നീ നടന്ന ജഡത്തിലാണെങ്കിൽ ഇനി നീ നടക്കാൻ പോകുന്ന ആത്മാവില. ആത്മാവിൽ നടക്കുന്നവൻ ഇന്ന് സുന്ദരമെന്ന ഗോപുരത്തിന്റെ വാതിക്കൽ. ഓ, എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? അമ്മ സുന്ദരമെന്ന ഗോപുരത്തിന്റെ വാതിക്കലേക്ക് ചലിപ്പിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ്. ഇന്ന് പകൽ നിങ്ങൾ ചിന്തിക്കാത്ത തലത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ ലഘുലേഖിച്ചത് സംഭവിക്കാത്ത ഒരു ദൈവദാസനെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞു വന്ന ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ദൈവദാസനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം വളരെ വർഷങ്ങളായിട്ട് ബീഹാർ എന്ന് പറയുന്ന സ്ഥലത്ത് ശുശ്രൂഷിക്കുന്നവനാ. അനേക അനേക രോഗികളെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, സൗഖ്യമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സഭയ്ക്കകത്ത് ആൾ വരും, പക്ഷെ അവർ വിട്ടുപോകും. അവരെന്തെങ്കിലുമൊക്കെ പറയും. ഈ പുള്ളി എന്നും നിരാശനാ, ജീവിതത്തിനകത്ത് നിരാശനാ. കുറച്ച് ജനവുമായി കൂടി നടക്കുകയോ. അങ്ങനെ നിൽക്കുമ്പോൾ ആ ഗ്രാമത്തിനകത്തൊരു പെൺകുഞ്ഞ് മരിച്ചുപോയി. ആ മരിച്ചുപോയപ്പോൾ ആ പെൺകുഞ്ഞിനെ കാണുവാൻ വേണ്ടി ഇവരുടെ കൂടെയുള്ള എല്ലാവരും അവിടെ പോയ സമയത്ത് ഈ മനുഷ്യൻ ചെന്നു. അവർ പറഞ്ഞു അന്ത്യചുമന. അവർ ഓരോരുത്തർ ചുംബനം കൊടുക്കുന്ന ഒരു സമയം കണ്ട. ആ സമയത്ത് ഓരോരുത്തർ ചെന്ന് ആ കൊച്ചിൻ്റെ അരികിൽ ചെന്നു. അപ്പൊ ഈ പുള്ളി ഇങ്ങനെ ഓരോരുത്തർക്ക് തള്ളി വരുന്നതനുസരിച്ച് ഈ പുള്ളിക്കാരനും അടുത്ത് ചെന്നു. ഈ പുള്ളിക്കാരനും ആ കൊച്ചിനൊരു ഉമ്മ കൊടുത്തു. നല്ലൊരു കൊച്ചു പെൺകൊച്ച്. ആ ഉമ്മ കൊടുത്തു. ആ പുള്ളി എഴുന്നേറ്റ കൂടെ ഈ പെട്ടിക്കത്തിടന്ന കൊച്ചുമിങ്ങി എഴുന്നേറ്റോ. ഇന്ന് പകൽ ആത്മാവിനകത്ത് ഞാൻ പറയാം, നീ നിനച്ചിരിയാത്ത സമയത്ത് ദൈവം ചില അത്ഭുത വഴികളെ തുറക്കും കേട്ടോ. നീ നിനച്ചിരിയാത്ത സമയത്ത് ദൈവം ചില കരുതലുകളെ വെളിപ്പെടുത്തുവാൻ തുടങ്ങും. അവർ ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. നിനച്ചിരിയാത്തൊരു സമയം ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങും. നീ അറിയാതിരിക്കുമ്പോ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി. ഈ കൊച്ചെഴുന്നേറ്റ് അവിടുന്ന് പെട്ടിക്കകത്തുനിന്ന് പുറത്തോട്ട് വരുമ്പോ ലോകം നോക്കാൻ തുടങ്ങി. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ്
ആത്മാവ് പറഞ്ഞു, നീ ദേശത്ത് വാലല്ല, നീ തലയായി മാറാൻ പോകുക. ഇന്ന് അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ ആത്മാവിന് വേണ്ടി യാചിക്കുന്നവർ, ആത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നവർ, ആത്മാവിന്റെ നിയോഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അറിയണം, ദൈവം നിങ്ങളെ കുറിച്ച്, ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതി വെളിപ്പെട്ടേ മതിയാകത്തുള്ളൂ. അതുകൊണ്ട് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുക, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളോ. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളോ. നീ അറിയാത്തതും മഹത്തരവും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കാൻ പോവാ. പിടികിട്ടുന്നുണ്ടോ? ആമി യാചിക്കണം ആത്മാവിന് വേണ്ടി, പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിന് വേണ്ടി. ആത്മാവ് ചുമ്മാ അങ്ങ് വരികയില്ല കേട്ടോ. ആമി നിങ്ങളുടെ അകത്തൊരു ചിന്ത കിടപ്പുണ്ട് എല്ലാവരുടെയും. ആമി ബെന്തിക്കോസ് സഭകൾക്കകത്തൊരു ചിന്തയുണ്ട്. അങ്ങോട്ട് ചെന്ന് മുങ്ങി ഇങ്ങോട്ട് വന്നു, പിറ്റേ ദിവസം കയ്യടി അന്യഭാഷ. ഇതൊക്കെ ചുമ്മാതാ, അതൊന്നും വരുന്ന സാധനമല്ല. ആത്മാവിനകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവനെ പരിശുദ്ധാത്മാവ് പകരത്തുള്ളൂ. ആമി അതുകൊണ്ട് മുങ്ങിയിട്ടൊരുവനുണ്ടായിരുന്നു പത്രോസ്. ആമി അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് കിടപ്പുണ്ട്. ആമി ചില മുങ്ങിയവരെ യേശുവിന്റെ നാമത്തെ അവർ സ്നാനപ്പെട്ടു, അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നിരുന്നില്ല. യോഹന്നാനും പത്രോസും വന്ന് അവരുടെ മേൽ കരം വെച്ച് പ്രാർത്ഥിച്ചപ്പോ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നെന്ന് കിടപ്പുണ്ടെങ്കിൽ, യേശു സ്നാനപ്പെട്ടതിന് ശേഷം ലൂക്കോസിന്റെ സുവിശേഷം എടുത്ത 3:21 വരും പറയുക, യേശു സ്നാനപ്പെട്ടതിന് ശേഷം പ്രാർത്ഥിക്കുമ്പോ അവന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു കേട്ടോ. പ്രാർത്ഥിക്കുന്നവന്റെ മേൽ ആത്മാവ് വരും, നിലവിളിക്കുന്നവന്റെ മേൽ ആത്മാവ് വരും, കാത്തിരിക്കുന്നവന്റെ മേൽ ആത്മാവ് വരും. ഇന്ന് പകലെ അറിയാം, ആത്മാവ് വരുന്നവൻ അടുത്ത സ്റ്റേജിലേക്ക് മാറാൻ പോകുക. ആത്മാവ് വരുന്നവൻ കുറ്റം പറഞ്ഞ് അടക്കുന്നവനല്ല, ആത്മാവ് വരുന്നവരെ അടുത്ത സ്റ്റേജിലേക്ക് ദൈവം മാറ്റും. നീ അറിയാത്തത് മഹത്തരവും അഗോചരവുമായ ചില കാര്യങ്ങൾ ഇന്ന് പകൽക്കാലം ആത്മാവ് വന്ന നിന്നെ തേടി ആൾ വരും കേട്ടോ. ആത്മാവിന്റെ ശക്തിയുള്ളവനെ തേടി വരുന്ന കാലം വരാൻ പോകുക. ആത്മാവുള്ളവൻ ദാനിയേലിനെ വിളിച്ചിട്ട് ചോദിക്കുക, ദാനിയേലെ കണ്ട ദർശനം ഒന്ന് വെളിപ്പെടുത്താമോ? നീ കണ്ട സ്വപ്നം വെളിപ്പെടുത്താൻ പോകുക. യോസേപ്പേ ആത്മാവിനുള്ളവനോട് ചോദിക്കുക, നിനക്കിത് വെളിപ്പെടുത്താൻ പറ്റുമോ? വെളിപ്പെടുത്താൻ പറ്റുമോ? ആത്മാവുള്ളവന് അഗോചരവോ മറഞ്ഞിരിക്കുന്നതുമായ കാര്യത്തെ വെളിപ്പെടുത്തുന്ന ഒരു ആത്മാവുണ്ട്. ഹല്ലേലൂയ. അവന് മറഞ്ഞിരിക്കുന്ന ഒരു ശിക്ഷയുമില്ലെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ അറിഞ്ഞോ, ആത്മാവ് നിന്നെ അടുത്ത തലത്തിലേക്ക് മാറ്റാൻ പോവുക. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ആത്മാവ് നിന്റെ മേൽ വരുമ്പോ ആത്മാവ് നിന്റെ മേൽ. അതുകൊണ്ട് പറയുക, ആത്മാവിന് വേണ്ടി യാചിക്കുന്നവരാകണം. വിശ്വാസത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു അന്യഭാഷ, ഒരു പ്രകടനം, തീർന്നു. ഇതൊന്നുമല്ല ആത്മാവ്, ഇതൊന്നും ആത്മാവൊന്നുമല്ല. ആത്മാവുള്ളവൻ ചുമ്മാതെ ചന്തയോരത്തൂടെ നടന്നു പോകുമ്പോ അവന്റെ നിഴൽ തട്ടി രോഗി സൗഖ്യമാകാൻ തുടങ്ങി. ആത്മാവുള്ളവൻ അടുത്ത സ്റ്റേജാണ്, ആത്മാവുള്ളവന്റെ വീട് അടുത്ത സ്റ്റേജാണ്, അടുത്ത ആത്മാവുള്ളവന്റെ തലമുറ അടുത്ത വഴിയാണെന്ന് ദൈവം തുറക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന പകലിൽ ആത്മാവ് ചില മണ്ഡലങ്ങളെ തുറക്കാൻ പോകുക. ആത്മാവുള്ളവൻ കാരാഗ്രഹത്തിൽ കിടന്നാൽ കാരാഗ്രഹത്തിന്റെ വാതിൽ തനിയെ തുടങ്ങും. ആത്മാവുള്ളവനെ മിലിത്യ ദ്വീപിനകത്ത് അടലി കടിച്ച കുടഞ്ഞു നോക്കിയവൻ കൂളായി നിൽക്കും. എന്നൊരു കാര്യമെന്നറിയോ, ആത്മാവിന് ശക്തിയുണ്ട്, ആത്മാവ് വിടുതലാണ്, ആത്മാവ് അത്ഭുതമാണ്. അതുകൊണ്ട് പറയുന്നു, ആത്മാവിന് വേണ്ടി എന്ത് ചെയ്യാൻ പറയുക? അവിടെ പറയുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കുക. പരിശുദ്ധാത്മാവിനെ പകരണമെങ്കിൽ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞ ആത്മാവ് അകത്തോട്ട് വരാൻ തുടങ്ങിയാൽ ശരീരം തന്നെ സൗഖ്യമാവും. ആത്മാവ് അകത്തോട്ട് വരാൻ തുടങ്ങിയ നിന്റെ കെട്ടുകൾ തന്നെ അഴിയാൻ തുടങ്ങും. എത്ര പേര് വിശ്വസിക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. എത്ര പേര് പണ്ട് കുഞ്ഞുനാളി ഒരു കൊച്ചു ചരടിട്ട് കെട്ടിയ ചപ്പൻ അവിടെ നിൽക്കാൻ പറഞ്ഞ അവിടെ നിൽക്കുമായിരുന്നു. ഇന്ന് കെട്ടിയാൽ ഇങ്ങനെ പിടിപിടിക്കും, പൊട്ടിപ്പോരും. എന്നാന്നറിയോ, ശക്തനായി പോകുന്നത് കൊണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്ന. ആത്മാവ് വന്നവനെ കല്ലെറിഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല കേട്ടോ. ആത്മാവ് വന്നവന്റെ മേൽ ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്തു. അതുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാമത്തെ വാക്യത്തിൽ പറയുക. യെശയ്യാവിന്റെ പുസ്തകം 60-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചു. യെശയ്യാ 60:1. അതുകൊണ്ട് നിങ്ങളോട് പറയും, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്
എന്റെ മേൽ വന്നെന്ന് എത്ര പേര് പറയുന്നുണ്ട്? യഹോവയുടെ തേജസ് ഇന്ന് പകൽക്കാലം ഇരുളിൽ പ്രകാശിക്കുന്നത്, അന്ധകാരം പിടിച്ചടക്കാത്തത്, അവ കെട്ടുകൾ അഴിക്കുന്നത്, ബന്ധനങ്ങളെ അഴിക്കുന്നത്, അവ പിശാച് ഭയപ്പെടുന്നത് ദൈവത്തിന്റെ തേജസ്സാണെങ്കിൽ എഴുന്നേറ്റ് പകൽ എന്ത് ചെയ്യണം? പ്രകാശിക്കണം. ആത്മാവ് വന്നവരോട് പറയാ, നീ എന്ത് ചെയ്യണം എന്ന് പറയുക? എഴുന്നേക്കണം. ആത്മാവ് വന്ന സഭാഹോളി മാത്രമല്ല, ആത്മാവ് വന്നവന്റെ മേൽ ഒരു പ്രകാശമുണ്ട്. ആത്മാവ് വന്നവന്റെ മേൽ ഒരു ദൈവശക്തിയുണ്ട്. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? ആത്മാവ് ഞാൻ ഇത്രയും കൊണ്ടുവന്ന പത്രോസിന്റെ മേൽ, യോഹന്നാന്റെ മേൽ എവിടെ വെച്ച് ആത്മാവ് വന്നു കഴിഞ്ഞു? സഖിയന്മാളി പറയുന്നു, ഇവര് ഈ സുന്ദരമെന്ന ഗോപുരത്തിന്റെ വധിക്ക് വരിക. ദൈവം പറഞ്ഞിരിക്കുക, ഇവിടെ എന്നാകാൻ പോവാ? എഴുന്നേറ്റൊന്ന് പ്രകാശിക്കാൻ പോവാ. ഇതാരുടെ പദ്ധതി? എൻ്റെ കൂടെ നിങ്ങളില്ലല്ലോ. ആത്മാവ് വന്നവനെ വെളിപ്പെടുത്തേണ്ട ചുമതല ദൈവത്തിൻ്റെതാ. ആത്മാവുള്ളവനെ പുറത്തു കൊണ്ടുവരേണ്ട ദൈവത്തിന്റെ പദ്ധതിയാ. ആത്മാവുള്ളവനെ പ്രകാശിപ്പിക്കേണ്ട ദൈവത്തിന്റെ പദ്ധതിയാ. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? ആത്മാവുള്ളവനെ ഈ നാളുകൾ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവുക. ആത്മാവുള്ളവനെ അത്ഭുതമാക്കാൻ പോകുക. ആത്മാവുള്ളവൻ വിടുതലാകാൻ പോവുക. ആത്മാവുള്ളവനെ തേടി വരാൻ പോകുക. ആത്മാവുള്ളവൻ പൊട്ടക്കഴിച്ച് കടന്നാൽ തേടി വരും. ആത്മാവുള്ളവനെ കാരാഗ്രഹത്തിൽ ഇട്ടാലും തേടി വരും. ആത്മാവുള്ളവന്റെ പുറകിൽ ചലിക്കുന്ന ഒരു ചലനം വരാൻ പോകുക. ഇതിന് പുറകെ സ്വർഗത്തിലെ ദൈവം കരം ചലിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പൊ ദൈവ പദ്ധതിയിലേക്ക് വന്നേ. ആരുടെ മേൽ ആത്മാവുണ്ട്? പത്രോസിന്റെ യോഹന്നാന്റെ മേൽ നിൽക്കുക. ഇവരോട് ദൈവം പറഞ്ഞു എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു? എഴുന്നേറ്റ് പ്രകാശിക്കാനും പറഞ്ഞു. ഇവർ നേരെ സുന്ദരമെന്ന ഗോപുരത്തിന്റെ വാതിക്കൽ വന്നു. നമ്മൾ വായിച്ചു നിർത്തിയ 3:2 വായിച്ചേ. 3-ാം അധ്യായം. ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോ അവിടെ ഇരുത്തുമാർ. അപ്പൊ ഇതിന്റെ പുറയിൽ ആരുടെ കരമുണ്ട്? നിന്നെ ഉയർത്താൻ ദൈവം പദ്ധതി ഇട്ടാൽ, ദൈവം ഒരു പദ്ധതി ഇട്ടാൽ ദൈവം വഴി ഒരുക്കി തരും. ഇവിടെ വരുമ്പോ പറയുന്നു, അവൻ പത്രോസ് യോഹന്നാനും. ഏതുള്ളവരാ ഇവര്? ഇവര് ആത്മാവുള്ളവരാ. ഇവര് സാധാരണക്കാരനാണോ? ദൈവത്തിന്റെ ആത്മാവുള്ളവരാ. ദൈവം പറഞ്ഞു എഴുന്നേറ്റ് പ്രകാശിച്ചോളാനും പറഞ്ഞിട്ടുണ്ട്. ഇവര് ഇങ്ങനെ വരുന്ന സമയത്ത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പെട്ടെന്ന് ഇവരെന്നെ അടുത്തു ഭിക്ഷ. ഇതിന്റെ എല്ലാം പുറകെ ദൈവകരമുണ്ടേ. നിങ്ങളെന്റെ കൂടെ ഉണ്ടോ? ദൈവത്തിന്റെ കരം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക. എന്നത്തെ കാര്യം? ആത്മാവുള്ളവനെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവുക. ആത്മാവുള്ളവനെ ഈ ദിവസങ്ങളിൽ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവുക. എത്ര പേരെൻ്റെ കൂടെ വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ കേട്ടോ. ആമേ. 4-ാമത്തെ വാക്യം. ഇവർ സാധാരണക്കാരനെ പോലെ ഉറ്റുനോക്കി. ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് ഉള്ള കാര്യം അങ്ങ് പറഞ്ഞു. പത്രോസ് പറഞ്ഞത് വേറൊന്നും വെച്ചല്ല, ഈ 2 സാധനം എൻ്റെ കയ്യിലില്ല. പത്രോസ് പറയാ, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് ഞാൻ നൽകാൻ പോവാ. എൻ്റെ മേൽ പകരപ്പെട്ട് ഒരാത്മാവ് നിന്റെ മേൽ പകരാൻ പോവാ. എത്ര പേര് എൻ്റെ മേൽ വരുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞാൽ. എൻ്റെ മേൽ പകരപ്പെട്ടത് ഒരാത്മാവ് നിന്റെ മേൽ പകരപ്പെടാൻ പോവാ. യേശു ഒരു അടയാളം വെച്ചു. എവിടെ നിന്ന് യേശു അടയാളം വെച്ചത്? യോഹന്നാന്റെ സുവിശേഷം 11:43 എടുത്തേ. ഈ അടയാളം അവിടെ വെളിപ്പെടാൻ പോവാ. 11:43 പെട്ടെന്ന് വായിച്ചേ. യേശു ഇങ്ങനെ പറഞ്ഞിട്ട് ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അപ്പം എന്താ ഇവിടെ മൂവ് ചെയ്ത്? യേശുവിന്റെ മേലിരിക്കുന്ന ആത്മാവ് ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് വന്നു. പിടികിട്ടുന്നുണ്ടോ? ഇവിടെ പത്രോസും യോഹന്നാനും പറയുക. എന്നാ പറയുന്നേ? പൊന്നും വെള്ളിയും ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ യേശുവിൽ തന്ന ഒരു ആത്മാവുണ്ട്. യേശുവിന്റെ മേൽ പകരപ്പെട്ട അതേ ആത്മാവ് എന്റെ മേലുണ്ട്. ഈ ആത്മാവ് നിന്റെ മേലൊന്ന് പകരാൻ പോവുക. എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? അതിനെ നിങ്ങൾ തിരിച്ചറിയണം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 2:2 വന്നേ. ഞാൻ വേഗത്തിൽ പോകുന്നു. നിങ്ങളുടെ സമയം വാഹനങ്ങളുടെ വിഷയമുള്ളതുകൊണ്ടാ.
യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 2:2. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ, കണ്ടോ, എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവെന്നിൽ വന്ന് അവൻ എന്നെ നിവർന്ന് നിൽക്കുമാറാക്കി. അവന്റെ ആത്മാവ് ഇവിടെ പറയുന്ന കേട്ടോ, ഇവിടെ വായിക്കൊന്നുകൂടെ വായിച്ചേ. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ, പത്രോസ് മുടന്തനോട് സംസാരിച്ചപ്പോൾ, കൂട്ടി വായിച്ചോണേ, അങ്ങോട്ട് പോക്കോ, അപ്പോസ്തല പ്രവൃത്തിയിലൂടെ പോക്കോ, 3:6 കയറിക്കോ. പത്രോസ് മുടന്തനോട് സംസാരിച്ചപ്പോൾ ആത്മാവ്, വായിച്ചേ 6. കേട്ടോ, ഇവിടെ പറയുക, ആത്മാവ് അവനോട് സംസാരിച്ചപ്പോൾ. പത്രോസ് സംസാരിക്കുക ആരോടാ? മുടന്തനോട് സംസാരിക്കുമ്പോ നാമത്തിൽ നടക്ക എന്ന് പറയുന്നു. ഏതിലായിരിക്കും പറഞ്ഞത്? ആത്മാവില. അവന്റെ വലങ്കരം പിടിച്ചു. 7-ാമത്തെ വാക്യം, അവന്റെ കാലും നരിയാണിയും അവിടെ ഉറച്ചു. എപ്പോൾ? ആത്മാവ് അവന്റെ മേൽ വന്നപ്പോൾ അവനെ എഴുന്നേൽപ്പിച്ചു. ഈ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞു, ആത്മാ അവനോട് വന്നപ്പോൾ അവനെ നിവർന്ന് നിൽക്കുമാറാക്കി. ഇന്ന് പകലിൽ അറിയണം, ആത്മാവ് ചിലതിന്റെ മേൽ പകരാൻ തുടങ്ങുമ്പോ അവൻ ഉയരാൻ തുടങ്ങും. ഇന്ന് പകൽ ആത്മാവ് ചിലരുടെ മേൽ വരുമ്പോ അവന്റെ ഭവനങ്ങൾ വിടുതലാകാൻ തുടങ്ങും. ആത്മാവ് ചില വ്യക്തികളുടെ മേൽ വരുമ്പോ അവന്റെ തലയെ തമ്പുരാൻ ഉയർത്തോ. ഇന്ന് പകൽ ആത്മാവിനകത്ത് തിരിച്ചറി, ആത്മാവിനകത്ത്. അതുകൊണ്ടാണ് പത്രോസ് അബ്രഹാമിനോട് പറയുന്നു, അബ്രഹാമേ നീ തലപൊക്കി നോക്കുക, ദാനിയേലേ നീ നിവർന്ന് നിൽക്കുക. ആത്മാവുള്ളവരോട് ദൈവം പറയുന്നു, ഇന്ന് പകൽ നീ തല ഉയർത്തണം. ഇവിടെ ആത്മാവിന്റെ ശക്തി നിന്നുകൊണ്ട് പറയുക. പത്രോസും യോഹന്നാനോട് നിൽക്കുമ്പോ പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, പൊന്നും വെള്ളിയും ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങളുടെ കയ്യിലുള്ളത് നസറേനായ യേശുവിന്റെ മേൽ പകരപ്പെട്ട അതേ ആത്മാവാണ്, അത് നിന്റെ മേൽ പകരാൻ പോകുക എന്ന് പറയുന്നിട്ട് അവന്റെ കൈ പിടിക്കുമ്പോ ആത്മാവ് മുടന്തനെ, അമ്മയുടെ ഉദരത്തിൽ വെച്ച മുടന്തനായവനെ അവൻ സൗഖ്യമാക്കിയെങ്കിൽ ഇന്ന് പകൽ അറിഞ്ഞു, നിനക്കൊരു ടേണിംഗ് പോയിന്റ് ദൈവം ഇന്ന് പകൽ വഹിക്കാൻ പോകുക. ആത്മാവിന്റെ ശക്തിക്കകത്ത് ഇന്ന് പകൽ ഇന്ന് പകൽ അത്ഭുതം നടക്കാൻ പോകുക. ആത്മാവ് ഒരുവനെ എഴുന്നേൽപ്പിച്ചെന്ന് മാത്രമല്ല, 8-ാമത്തെ വാക്യം പറയും, നടന്നും തുള്ളിയും കൊണ്ടവൻ ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. 9-ാമത്തെ വാക്യം പറയുന്നു, അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തും ജനമൊക്കെയും കണ്ടു. ആത്മാവുള്ളവനെ തമ്പുരാൻ പുറത്തു കൊണ്ടുവരിക. മുടന്തൻ എഴുന്നേറ്റതല്ല എൻ്റെ സബ്ജക്റ്റ്, നിന്നെ ദൈവം ഉയർത്തിയത് എൻ്റെ സബ്ജക്റ്റ്. മുടന്തൻ എഴുന്നേറ്റതല്ല എൻ്റെ സബ്ജക്റ്റ്. നിന്റെ മേൽ ആത്മാവുണ്ടെന്ന് ദേശം അറിയാൻ പോവുക, നിന്റെ മേൽ പരിശുദ്ധാത്മാവുണ്ടെന്ന് ദേശം അറിയാൻ പോവുക. മുടന്തൻ എഴുന്നേക്കാതിരിക്കോ എന്നുള്ള അല്ല എൻ്റെ സബ്ജക്റ്റ്. സ്വർഗത്തിലെ ദൈവം അവനെ അവിടെ ഇരുത്തി നിന്നെ കൊണ്ട് നിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ നിറവിനാൽ അവനെ എഴുന്നേൽപ്പിച്ചെങ്കിൽ ഇന്ന് പകൽ വിശ്വസിച്ചോ, നിന്റെ മേൽ ആത്മാവിനെ പകർന്നിരിക്കുന്നത് എഴുന്നേറ്റ് പ്രകാശിക്കുവാനാണ്. ഹല്ലേലൂയ. എത്ര പേർ ആത്മാവിൽ തെരഞ്ഞു വിശ്വസിക്കുന്നുണ്ട്? നിന്റെ ദൈവം വിളിച്ചത് ആത്മാവിന്റെ നിറവിനകത്ത്, ആത്മാവിന്റെ അഭിഷേകത്തിനകത്ത്. ഇന്ന് പകൽക്കാലം പറഞ്ഞു, എനിക്കെന്തോ തടസ്സം വന്നെന്നല്ല, ആത്മാവിൽ ചിലത് അത്ഭുതങ്ങളെ ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. എന്നാന്നറിയത്തില്ല ബ്രദറെ, എന്തൊക്കെയോ പ്രശ്നം വന്ന് കയറുക, അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുക. നീ വീട്ടിൽ തന്നെ ഇരുന്നോ, ആത്മാവുള്ളവർ എഴുന്നേറ്റ് പ്രകാശിക്കാൻ തുടങ്ങുക. നീ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടവരും, പക്ഷെ ആത്മാവുള്ളവരെ തമ്പുരാൻ എഴുന്നേൽപ്പിക്കും കേട്ടോ. ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? വീട്ടിലിരിക്കുന്നവൻ അവിടെ ഇരിക്കും. ആത്മാവുള്ളവൻ എഴുന്നേറ്റ് വരും. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ മറവിൽ വഹിക്കുന്ന പോലെ വഹിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം എഴുതൂ. നീ നടക്കുന്നിടത്ത് നിന്നോട് കൂടെ നിൽക്കുന്നവർ, നിന്നെ അനാഥരായി വിടാത്തവർ, പെറ്റമ്മ മറന്നാലും മറക്കത്തില്ലെന്ന് പറഞ്ഞവർ, നീ വാലല്ല തലയാവുമെന്ന് പറഞ്ഞവർ, ഒരു അഭിഷേകം നിന്റെ മേൽ പകർന്ന ഇന്ന് പകൽക്കാലം പറഞ്ഞു, നീ ചിന്തിക്കാത്ത വഴികൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കുക തന്നെ ചെയ്യും.
ഹല്ലേലൂയ. പത്രോസിന് യോഹന്നാനോ ചിന്തിക്കാത്തത്, പത്രോസ് യോഹന്നാന് ചിന്തിക്കാത്തത് ആത്മാവ് അവരെ കൊണ്ട് ചെയ്യിച്ചെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനകത്തു നിങ്ങൾ തിരിച്ചറിഞ്ഞു. ദൈവം ചില അത്ഭുതങ്ങളിലേക്ക് ദൈവം ഈ ദിവസങ്ങളിൽ നിങ്ങളെ മാറ്റും. അപ്പോസ്തലപ്രവൃത്തി 3:11 പറയുക, പത്രോസിനോട് യോഹന്നാനോട് ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം കൊണ്ട്. ജനം മുടന്തനെയാണോ നോക്കിയത്, പത്രോസിനെയാണോ നോക്കിയേ? എൻ്റെ കൂടെ നിങ്ങളുണ്ടെങ്കിൽ കർത്താവിനെ സ്തോത്രം ചെയ്യുക. മുടന്തനകത്ത് സബ്ജക്റ്റ് കേട്ടോ, സബ്ജക്റ്റ് ആത്മാവുള്ളവാ. ആത്മാവുള്ളവനെ ജനം വിസ്മയം പൂണ്ടു. ജനം വിസ്മയം പൂണ്ട് നോക്കിയത് പത്രോസിനെയാ. നിങ്ങൾക്ക് ഈ വിസ്മയം പൂണ്ടത് അറിയണമെങ്കിൽ ലൂക്കോസ് 5 എടുക്കണ്ട. ലൂക്കോസിന്റെ 5-നകത്തെ വലിയൊരു പെരുത്ത മീൻകൂട്ടത്തെ പത്രോസ് അപ്പോസ്തലൻ വലയിട്ട് പിടിച്ച് യേശു പറഞ്ഞു, പത്രോസ് നീ ആഴത്തിൽ വല വീശുവിനെന്ന് പറഞ്ഞു. ആഴത്തിൽ വല വീശി വലിയൊരു മെനുത്ത മീൻകൂട്ടം അങ്ങ് കയറി. പടകം നിറയുമാറാക്കി, കൂട്ടുകാരന്റെ പടവൊക്കെ നിറഞ്ഞു. അവിടെ പറയുന്നൊരു വാക്കുണ്ട്, വിസ്മയം പൂണ്ടിട്ട് യേശുവിനെ പത്രോസ് നോക്കി. പിടികിട്ടിയോ? വിസ്മയം പൂണ്ട് പത്രോസിന്റെ മുഖത്തേക്ക് നോക്കി. പത്രോസ് യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ഒരു പാപിയായ മനുഷ്യനാ, എന്നെ വിട്ടുപോകണമെന്ന് പറഞ്ഞ യേശുവിന്റെ ഭാഗത്തിലേക്ക്. അവിടെ മീനല്ലായിരുന്നു വിഷയം, ഇവിടെ മുടന്തനല്ല വിഷയം, നീയാ വിഷയം. ദൈവം നിന്നോട് പറഞ്ഞത് ആത്മാവിനെ എഴുന്നേൽപ്പിക്കാവുന്ന ആത്മാവിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും ഇന്ന് യെരൂശലേമിൽ തുടങ്ങിക്കഴിഞ്ഞ അത്ഭുതം. പത്രോസിനെ യോഹന്നാൻ ഇവിടെ പറയുന്നു, ജനമെല്ലാം വിസ്മയം കൊണ്ട് ശലോമോൻ എന്ന പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കലേക്ക് വന്നുകൂടി. ഇത് സംഭവിക്കുമെന്ന് പറയാൻ അധികം സമയമൊന്നുമില്ല. ഈ 40 ദിനം കഴിയുമ്പോൾ സംഭവിക്കാൻ പോവുകയാണ്. ഈ 40 നാളുകൾ കൊണ്ട് ആത്മാവിന്റെ ചില പ്രവർത്തികൾ വരാൻ പോവുകയാണ്. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? അത് സംഭവിക്കാൻ പോവുക. ആത്മാവിന്റെ തീ പകർന്നുകൊണ്ടിരിക്കുക, അഭിഷേകത്തിന്റെ നിറവ് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്ന് പകൽക്കാലം ആത്മാവിനകത്ത് വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതിന്റെ 12-ാമത്തെ വാക്യം പറയുന്നു, വാക്ക് കേട്ടോ. അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞു, ഇസ്രായേൽ പുരുഷന്മാരെ, ഇതിങ്കിൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഞങ്ങളുടെ ഭക്തി കൊണ്ടോ ഇവരെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കല്ലേ. ഹലോ, ഇതെന്റെ കഴിവുകൊണ്ടോ എൻ്റെ ശക്തി കൊണ്ടോ ഒന്നുമല്ല, സ്വർഗത്തിന്റെ ആത്മാവാ. ഇന്ന് നിന്നെ ദൈവം ഒരു അടയാളമാക്കാൻ പോവുക. നിന്നെ ആത്മാവിലൊരു അടയാളമാക്കാൻ പോവുക. നിന്റെ തലമുറയെ ആത്മാവിലൊരു അടയാളമാക്കാൻ പോവുക. നിന്റെ ഭവനത്തെ ആത്മാവിലൊരു അടയാളമാക്കാൻ പോവുക. പത്രോസ് അപ്പോസ്തലൻ എന്റെ ഭക്തി കൊണ്ടോ എന്റെ ശക്തി കൊണ്ടോ ഒന്നും അല്ല കേട്ടോ. ആമേൻ, നസ്രാനാം യേശുവിന്റെ നാമം ഉണ്ടല്ലോ, ആ നാമത്തിന്റെ ആത്മാവിനാലാണെന്ന്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ, ആമേൻ. ഇവിടെ പറയുക, ആമേൻ. ഇവിടെ പറയുന്ന വാക്ക് കണ്ടോ, 12-ാമത്തെ വാക്യം. അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ, ഇതിങ്കിൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഞങ്ങളുടെ ഭക്തി കൊണ്ടോ ഇവിടെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്ന എന്തിനാണ്? അതിന്റെ 18-ാമത്തെ വാക്യം പറയുവാണ്. 18-ാമത്തെ വാക്യം പറയുന്നു, ഇവിടെ പറഞ്ഞു ക്രിസ്തു, ദൈവം തന്റെ ക്രിസ്തു കഷ്ടമനുഭവി. എന്തിനു വേണ്ടി? എന്നെ ശുദ്ധീകരിക്കുവാൻ, എന്റെ മേൽ ആത്മാവിനെ പകരുവാൻ, എന്റെ മേൽ ദൈവ തേജസ്സിനെ പകരുവാൻ എനിക്ക് പകരമായി എന്റെ കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചു. ആമേൻ. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി അവന്റെ ആത്മാവിനെ തരുവാൻ. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്ന പിശാച് അറക്കാനും മുടിക്കാനും വരുന്നെങ്കിൽ യേശു പറഞ്ഞു, ഞാൻ സമൃദ്ധിയായി ജീവനെ നൽകുവാനാ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാ ദൈവപുത്രൻ പ്രത്യക്ഷനായി എന്ന് യോഹന്നാൻ വിളിച്ചു പറയുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ നിങ്ങളുടെ അകത്ത് വ്യക്തതയോടെ നിങ്ങൾ തിരിച്ചറിയുന്നെങ്കിൽ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതിന്റെ 17-ാമത്തെ വാക്യം പറയുന്നു, സഹോദരന്മാരെ, നിങ്ങൾ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് നിങ്ങൾക്കിതൊന്നും അറിയത്തില്ലാത്തത് കൊണ്ടാ. പക്ഷെങ്കിൽ ദൈവമോ തന്റെ ക്രിസ്തു കഷ്ടമനുഭവിച്ചു. എന്നിട്ട് 19-ാമത്തെ വാക്യം വായിച്ചു, ഇത് അങ്ങോട്ട് വേണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ മേൽ ഈ ആത്മാവിനെ പകരപ്പെടുവാൻ കാരണം പറയുക. ഇവിടെ പറഞ്ഞ വാക്ക് നിങ്ങൾ നോക്കി, 19. ആകയാൽ നിങ്ങളുടെ
പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. ഇവിടെ നോക്കിക്കോളാം. ആമി മാനസാന്തരപ്പെടണം. ഞങ്ങൾ യേശു ബിംബങ്ങളെ വിട്ടു, പ്രതിമകളെ വിട്ടു, ആമി ആചാരങ്ങളെ വിട്ടു, ആമി സമുദായം വിട്ടു, എല്ലാം വിട്ടു. ഞങ്ങൾ ഒരുവനെ കണ്ടെത്തി. ഞങ്ങൾ യേശുവിനെ കണ്ടെത്തി. അവനേക്കാൾ വലിയവൻ ആരുമില്ല എന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞപ്പോൾ യേശു ഞങ്ങൾക്ക് ആരാധ്യനായി മാറി. ഹല്ലേലൂയ. ഞങ്ങൾക്ക് പറയുവാനുള്ള ഒരുവന്റെ നാമം മാത്രമേ ഉള്ളൂ. യേശുവിൻ്റെ നാമമെന്ന് അവർ വിളിച്ചു പറയുന്നു. ആമി പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ഒന്ന് രണ്ട് വാക്കുകൊണ്ട് വായിച്ചാൽ പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ പോവുക. ആമി ഇന്ന് പകൽക്കാലം ആമി അവിടെ പറഞ്ഞൊരു വാക്കിനകത്ത് നോക്കണം. ആമി പറയുന്നു, അവൻ പറയുന്നു പറയുന്നത്, ആമി ഇത് ഞങ്ങളുടെ ഭക്തി കൊണ്ടോ ഞങ്ങളുടെ ശക്തി കൊണ്ടോ അല്ല, ഇതാരുടെ നാമത്തിൻ്റെ ശക്തിയാണ്. ആമി ഇന്ന് പകൽക്കാലം പറഞ്ഞ ഞാനല്ല വളരേണ്ടത്, എൻ്റെ കർത്താവ് വളരണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിന് അത് 3-ാം അധ്യായം 30-ാമത്തെ വാക്യം വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം. യേശു പറയുന്ന വാക്ക്, അവൻ വളരണം, ഞാനോ എന്ത് ചെയ്യണം? ഈ ഭാവം നിങ്ങളകത്ത് ആത്മാവ് വന്നാലേ ഈ ഭാവം വരുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പ് വന്നാലേ നമുക്ക് എന്നാ വരുള്ളൂ? താഴ്മ വരുള്ളൂ. നമ്മളിൽ ഒരു നന്മ വെളിപ്പെടണമെങ്കിൽ ആത്മാവ് വരണം. പിടികിട്ടിയോ? നമുക്കൊരു മറ്റൊരുത്തൻ്റെ മുറിവ് കണ്ടാൽ ആ മുറിവൊന്ന് കെട്ടണം തോന്നിയാൽ എന്നാ വരണം? ഞാനതുകൊണ്ടാണ് ഇപ്പോഴും പലപ്പോഴും നിങ്ങളോട് പറയുന്നത്, ഞങ്ങൾ ഈ കടയിലിരിക്കും പല ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. വാഹനം തട്ടി വഴി വീഴുന്നേ. അവിടെ ഓടി വരുന്നത് ഒരു ബന്ധുക്കോസിലെ ഉപദേശിയല്ല, ഒരുത്തരെ ഞാൻ കണ്ടിട്ടില്ല. കുടിച്ച് നടക്കുന്നവരാ. അവർ ഓടി വന്ന് അവരുടെ വാരിയെടുക്കുന്നു, വണ്ടിയെ കയറ്റുന്നു, അവരുടെ ദേഹത്തെ ചള്ളയൊന്നും വിഷയമല്ല, അവരോടി പോകുന്നു. നല്ല ശമരിയനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? പുരോഹിതൻ ആ വഴിയായി വന്നു, അവൻ വഴിമാറിപ്പോയി. ലേവിനും ആ വഴിയായി വന്നു, അവനും വഴിമാറിപ്പോയി. നല്ലൊരു ശമരിയൻ അകലെ നിന്ന് മുറിവേറ്റവനെ കണ്ടു. അവൻ്റെ അരികിൽ വന്നു, അവൻ്റെ മുറിവിലെ കെട്ടി, ആ ചെളി പിടിച്ച ശരീരത്തോടെ അവൻ്റെ വാഹനത്തിൽ കയറ്റി. ആത്മാവുണ്ടെങ്കിൽ എല്ലാം സാധ്യമാവും. മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്ന് എണ്ണുന്നവരാകണം. ഇവിടെ പറയുന്നു, യേശു പറയുക, ഞാനോ എന്ത് ചെയ്യണം? അവൻ വളരണം, ഞാനോ കുറയണം. ഉയർത്തപ്പെടേണ്ടത് എന്നെ വീണ്ടെടുത്ത് യേശുവിനായിരിക്കണം. ആമേ, ആരാധന കൊടുക്കേണ്ടത് കർത്താവിനായിരിക്കണം. അവൻ്റെ പാദപീഠത്തിൽ ഇരിപ്പാനുള്ള യോഗ്യത നമുക്കുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവന് ഞാൻ തന്നെ, പാപികളിൽ ഒന്നാമനും ഞാൻ തന്നെ. പൗലോസ് പറയും, എനിക്കോ എൻ്റെ കർത്താവിൻ്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും പ്രശംസിപ്പാൻ ഇടവരല്ല. ഇന്ന് പകലിൽ ആത്മാവിനകത്തുള്ള ആത്മാവുള്ളവന് വ്യത്യാസങ്ങളുണ്ട്. ആത്മാവുള്ളവൻ അവൻ്റെ വേഷങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്, അവൻ്റെ നടപ്പിൽ വ്യത്യാസങ്ങൾ. അവൻ സാധാരണക്കാരനായി മാറും. അവനൊരു സാധാരണ മനുഷ്യരാണ്. ആമി ടൈയും കോട്ടും ഒക്കെ കെട്ടി ഇങ്ങനെ മസിൽ പിടിച്ചൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ആത്മാവുള്ളവൻ എവിടെ നിന്നാലും അത്ഭുതമാണ്. ആത്മാവുള്ളവൻ വഴിയോരത്ത് നിന്നാലും അത്ഭുതമാണ്. ആത്മാവുള്ളവൻ വഴിയോരത്തൂടെ നടന്നാൽ അത്ഭുതമാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവരെ ആത്മാവ് നിന്റെ മേലുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ തമ്പുരാൻ നിന്നെ പുറത്തു കൊണ്ടുവരും. എത്ര പേർ ആമീൻ ആത്മാവ് വിളിച്ചു പറയുന്നുണ്ട്? ആത്മാവുള്ളവനെ ദൈവം പുറത്തേക്ക് കൊണ്ടുവരും. ആത്മാവുള്ളവരെ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരെ ദൈവം പുറത്തേക്ക് കൊണ്ടുവരും. ആത്മാവിന്റെ ശക്തിയുള്ളവനെ ദൈവം പുറത്തേക്ക് കൊണ്ടുവരും. അന്ധകാരം പോരാടാൻ നിൽക്കത്തില്ല കേട്ടോ. ഇരുളിന്റെ അധികാരം വരത്തില്ല കേട്ടോ. നീ തൊടുന്നതിനകത്തെല്ലാം ദൈവം നിനക്ക് വേണ്ടി കരുതലുകളെ വെളിപ്പെടുത്തോ. ആത്മാവുള്ളവനെ കൊർന്നല്യോസിന്റെ ഭവനം തുറക്കപ്പെടും. ആത്മാവുള്ളവൻ ഫിലിപ്പിയ പട്ടണത്തിൽ ചെന്നാൽ അത്ഭുതം നടക്കും. ആത്മാവുള്ള ഫിലിപ്പോസ് അവൻ ശമരിയ പട്ടണത്തിൽ ചെന്നപ്പോ ആ പട്ടണത്തിനകത്ത് അത്ഭുതം നടന്നെങ്കിൽ, ഇന്ന് പകലിൽ പറഞ്ഞു, ആത്മാവ് നിന്റെ മേൽ ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ, ഇന്ന് പകലിൽ വിളിച്ചു പറയണോ, ഞങ്ങളുടെ ഭവനത്തിനകത്തോ ഞങ്ങളുടെ ദേശത്തിനകത്തോ ഇന്ന് പകൽ ഒരാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. അതുകൊണ്ട് ഇവിടെ പറയുക, യേശു പറയുക, ഞാൻ എന്ത് ചെയ്യണം? ഞാനോ കുറല്ല. ഇപ്പൊ അങ്ങനെയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അറിയത്തില്ല. ഇപ്പൊ എങ്ങനെയല്ലോ ആട്ടെ. ആമീൻ. കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ എന്ത് ചെയ്യണം?
താഴണം, കുറയണം. ആരെ ഉയർത്തണം? യേശുവിനെ ഉയർത്തണം. ഇപ്പം അങ്ങനൊന്നുമല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. അവൻ നടക്കുന്നവർ നടക്കട്ടെ, നമുക്ക് ഉയർത്താൻ ഒരുവനെ കാണാവുള്ളൂ. ഹല്ലേലൂയ. യേശു കർത്താവിനെ ഉയർത്തുന്നവരായിരിക്കണം. ചിലപ്പോൾ നമ്മളെ ആരും അറിഞ്ഞില്ലെന്ന് വരും, പക്ഷെങ്കിൽ സ്വർഗം നമ്മളെ അറിയും. ഹല്ലേലൂയ. ആരും നമ്മളെ ആദരിച്ചില്ലെന്ന് വരും, പക്ഷെ സ്വർഗം നമ്മളെ ആദരിക്കുക. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം, 3:6. ജഡത്താൽ ജനിച്ചു ജഡമാകുന്നു. അപ്പോൾ അറിഞ്ഞോണം, ഈ സാധനം എൻ്റെ മേലുണ്ടെന്ന് പറയുകയും ഈ ആത്മാവ് എൻ്റെ മേലുണ്ടെന്ന് പറയുകയും ആത്മാവിൻ്റെ പ്രവൃത്തി ഇല്ലെന്ന് വരികിൽ ഞാൻ ആരാ? ജഡവാ. പിടികിട്ടിയോ? നിങ്ങളുടെ ഒരു വിഷയത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾ എന്നോട് പറയുന്നു, ആയിക്കോട്ടെ കേട്ടോ, പ്രാർത്ഥിച്ചേക്കാം, ഇന്ന് തന്നെ പ്രാർത്ഥിച്ചേക്കാം. ഞാനതിനെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ എൻ്റെ മേൽ വ്യാപരിക്കുന്ന ഏതാത്മാവാ? ജഡത്തിൻ്റെ ആത്മാവാ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇരുന്നെന്നുള്ള പ്രതിഫലം നിങ്ങളുടെ അകത്തറിയുമ്പോൾ അറിയണം, എൻ്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവാ. ഞാൻ കേട്ടുപോകുന്നവനല്ല, അതിനെ പ്രവർത്തിക്കുന്നവനാകണം. അതുകൊണ്ട് വചനം പറയുന്നത്, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും അപ്പം ഞുറുക്കുകയും പരിശുദ്ധാത്മാവ് പ്രാർത്ഥി. ഇതാ സഭ. കമ്മിറ്റിയുള്ളതല്ല സഭ. എന്താ സഭ? ആത്മാവിൻ്റെ നിയന്ത്രണമുള്ളതാ ദൈവസഭ. പിടികിട്ടിയോ? അപ്പോസ്തലന്മാരുടെ ഉപദേശം, കൂട്ടായ്മ, അപ്പം ഞുറുക്കൽ, പരിശുദ്ധാത്മാവ് പ്രാർത്ഥന, ആത്മാവിൻ്റെ പ്രാർത്ഥന. അപ്പോൾ ഈ ആത്മാവിൻ്റെ നിയന്ത്രണം ആരുടെ മേൽ വരണം? നമ്മുടെ മേൽ വരണം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒറ്റ വാക്യോടെ വായിച്ച് പ്രാർത്ഥിക്കുക. അങ്കിളൊക്കെ ക്ഷീണിക്കാൻ തുടങ്ങി. യോശുവയുടെ പുസ്തകം 13-ാം അധ്യായം, ആത്മാവുള്ളവനെ കുറിച്ച് പറയുക. യോശുവയുടെ പുസ്തകം 13-ാം അധ്യായം 1-ാമത്തെ വാക്യം. താങ്ക് യു ലോർഡ്. യോശുവ ഇപ്പൊ എവിടെ എന്നായി കഴിഞ്ഞു? വയസ്സ് ചെന്നു. യോശുവയോട് പറയും, ദൈവം ഒരു വാക്ക് പറഞ്ഞു, മോശയുടെ കൂടെ ഇരുന്നത് പോലെ തന്നെ ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഉറപ്പാണേ. യോശുവ ആത്മാവിനും ദൈവത്തിനും കീഴടങ്ങി നടന്നു. ഇപ്പൊ യോശുവ 13-ാം അധ്യായത്തിൽ വന്ന യോശുവ എന്തായി കഴിഞ്ഞു? വയസ്സനായി. അപ്പം വയസ്സ് ചെന്നു. വൃദ്ധനായപ്പോൾ പുള്ളി എവിടെയേലും ഒക്കെ ഒന്ന് വിശ്രമിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചാരിയോസറിലൊക്കെ ഇരിക്കുമ്പോൾ യഹോവയായ ദൈവം വന്നിട്ട് പറയുക, നീ വയസ്സ് ചെയ്യുന്ന കറക്റ്റാ, നീ വയസ്സ് ചെയ്യുന്ന വൃദ്ധനായിരിക്കുന്നു, ഇനിയും അവസാനിച്ചിട്ടില്ല നിന്റെ ശുശ്രൂഷ, ഇനിയും തമ്പുരാൻ നിന്നെ ഉപയോഗിക്കാൻ പോവുക. ഓ, എത്ര പേർ ആമീൻ പറഞ്ഞത്? ഇന്ന് എത്ര പേർ വിശ്വസിക്കാൻ റെഡിയാകുന്നുണ്ട്? നീ പറഞ്ഞ് നിന്റെ കാലഗതിയൊക്കെ കഴിഞ്ഞു കേട്ടോ, ഇനി നീ മുന്നോട്ട് പോകത്തില്ലെന്നൊക്കെ പറഞ്ഞു ദൈവം വന്നിട്ട് പറയുക, യോശുവയെ ഇനിയും പലതിനെ കീഴടക്കാനുണ്ട്. എത്ര പേർ ആത്മാവിനകത്ത് തിരിച്ചറിയുന്നുണ്ട്? ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിനകത്തൊരു ദൂത ഞാൻ ഈ പറയുന്നത്, എഴുന്നേറ്റ് പ്രകാശിക്കുക. അവന്റെ തേജസ് നിന്റെ മേൽ വന്നിട്ടുണ്ട്, ആത്മാവ് നിന്റെ മേൽ വന്നിട്ടുണ്ട്. അത് ദേശത്തെ വെളിപ്പെടുത്തുന്നവരായി മാറാം. നിന്റെ മേൽ വന്ന പ്രകാശത്തെ ദേശത്തിനകത്ത് വെളിപ്പെടുത്തുമെന്ന് എത്ര പേര് വിശ്വസിക്കാൻ റെഡിയാകുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്തു. ആത്മാവിന് കീഴടങ്ങപ്പെടാൻ തയ്യാറാണെങ്കിൽ, ആത്മാവിനെ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ, ആത്മാവിന്റെ ശബ്ദം കേൾക്കാൻ റെഡിയാണെങ്കിൽ, ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ റെഡിയാണെങ്കിൽ, ആത്മാവിന് വേണ്ടി കരയാൻ തയ്യാറാണെങ്കിൽ, ആത്മാവിനെ ലഭിക്കപ്പെടുവാൻ വേണ്ടി ഇരിക്കാൻ റെഡിയാണെങ്കിൽ, അടുത്ത സ്റ്റെപ്പിനകത്ത് ദൈവം പറയുന്നു, നിന്റെ ഭാവിയെ ഞാൻ മാറ്റി എഴുതാൻ പോകുക, നിന്റെ പേരിനെ ഞാൻ മാറ്റി എഴുതാൻ പോകുക, നിന്റെ പേരിനെയും നിന്റെ അതിരിനെയും ഞാൻ വിശാലമാക്കാൻ പോകുക. ആത്മാവ് നിന്റെ മേൽ പകർന്നാൽ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ പറഞ്ഞാൽ, നീ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലോ യഹൂദയിലോ ശമരിയയിലോ ലോകത്തിന്റെ അറ്റത്തോളം ദൈവം നിന്നെ ക്രിസ്തുവിന്റെ സാക്ഷിയാക്കി മാറ്റുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ലഭിക്കപ്പെടാതെ ആത്മാവ് ലഭിക്കപ്പെട്ടവനെ കുറിച്ച് നിങ്ങൾ ബൈബിളിൽ അറിയണം. യേശു പറഞ്ഞു, നിങ്ങൾ ആത്മാവ് ഉള്ളവനോട് പറയുക, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചെയ്യണം? ഇറങ്ങി പുറപ്പെടണം. എന്നിട്ട് ഞാൻ പറഞ്ഞേ, രോഗികളെ സൗഖ്യമാക്കുവീൻ, ഭൂതഗ്രസ്തരെ വിടുവീൻ, മരിച്ചവരെ ഉയർപ്പീൻ, എന്നിട്ട് ദൈവരാജ്യം പ്രസംഗിക്കണം. ഇതാ ദൈവം പറഞ്ഞേ. ഇപ്പം നടക്കുന്ന എന്നാ നോക്കിയാൽ മതി. അപ്പോൾ എന്തില്ല? പ്രസംഗമേ ഉള്ളൂ, ആത്മാവ്
പ്രസംഗം ഭയങ്കരമാണ്, ആത്മാവില്ല. സഭാകോളി ഒരത്ഭുതവും നടക്കത്തില്ല, സഭയ്ക്കകത്തും അത്ഭുതം നടക്കുന്നില്ല. ഞാൻ ഈ സഭയ്ക്കന്ന് ഗ്യാരണ്ടി ചെയ്ത് പറയാം, ഇതിനകത്തിരുന്ന് ഒരൊറ്റ ഒരെണ്ണത്തെ തമ്പുരാൻ തൊടാതെ അനുഗ്രഹിക്കാതിരുന്നിട്ടില്ല. മുഴുവൻ തമ്പുരാൻ അതിരുകളെ മാറ്റിയിട്ടുണ്ട്. ഒരൊറ്റ ഒരെണ്ണത്തിൻ്റെ അവസ്ഥ പഴയ അവസ്ഥയ്ക്ക് ഇരിക്കാൻ ദൈവം സംഭവിച്ചിട്ടില്ല. ഈ സഭ എനിക്ക് നല്ലവണ്ണം ഞാൻ പറയാം, ആത്മാവുള്ള സഭ തന്നെയാ. ആത്മാവിന്റെ ശക്തി ഇതിനകത്ത് വെളിപ്പെടുന്ന ചർച്ച തന്നെയാ. അതുകൊണ്ട് ധൈര്യത്തോടെ വിളിച്ചു പറയാം, അതിരുകളെ ദൈവം മാറ്റുമെന്ന് പറഞ്ഞാൽ അതിരുകളെ മാറ്റുക തന്നെ ചെയ്യും. ദൈവാത്മാവ് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ ദൈവാത്മാവ് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. നിന്റെ അകത്തൊരു വിശ്വാസം വേണം. എന്താണ്? ഞാൻ കുറഞ്ഞാൽ എന്റെ കർത്താവ് ഉയർത്തപ്പെടണം. അവയെ ഉയർത്തപ്പെടുവാൻ ഒരുവന്റെ നാമം മാത്രമേ ഉള്ളൂ. അതെനിക്ക് വേണ്ടി ജീവൻ വെച്ച നസ്രനാം യേശു ക്രിസ്തുവിന്റെ നാമം. എത്ര പേര് ആ നാമത്തെ ഉയർത്തുന്നുണ്ട് ഇന്ന് പകലിൽ? അവൻ യേശു പറഞ്ഞു, എഴുന്നേറ്റ് പ്രകാശിക്കുക, അവന്റെ തേജസ് നിന്റെ മേൽ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. കാലം അവസാനിച്ചെന്ന് പറയരുത്. അവൻ ഇവിടം കൊണ്ട് തന്നെ തീർന്നെന്ന് പറയരുത്. യോശുവയോട് ദൈവം പറഞ്ഞ പോലെ ആത്മാവുള്ളവരോട് ദൈവം പറയുക, അടുത്ത വാതിൽ ഞാൻ നിനക്ക് തുറക്കാൻ പോകുക, അടുത്ത രാജ്യത്തിന്റെ വാതിൽ തുറക്കാൻ പോകുക, അടുത്ത ഗ്രാമത്തിന്റെ വാതിൽ തുറക്കാൻ പോകുക, നിനക്ക് വേണ്ടി പട്ടണങ്ങൾ റെഡിയാകാൻ പോകുക, ഇനിയും അനേക സ്ഥലങ്ങൾ നിനക്ക് പിടിച്ചെടുക്കാനുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഇന്ന് പകൽ ആത്മാവിനകത്തറിയണം, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആത്മാവിന് ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ 40 ദിവസം പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാ. ആത്മാവിന് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുക. സാഹചര്യത്തിന് ചില പ്രതികൂലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം എപ്പോഴും ഓടി പ്രാർത്ഥിക്കാൻ സഭയ്ക്കകത്തിരിക്കാൻ പറ്റുന്നില്ല. എങ്കിലും വെള്ളിയും ശനി ഞായർ ഒരുപ്പ് പോലും ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാത്ത സമയങ്ങളിൽ രാത്രികാലങ്ങളിലെല്ലാം പ്രാർത്ഥിക്കുക. പോര കർത്താവേ, വലിയ അത്ഭുതങ്ങൾ നടക്കുവാൻ, ദൈവരാജ്യത്തെ ഒന്ന് കാമി, ദൈവരാജ്യം ജനത്തിന് കൊടുക്കാൻ ഇന്ന് പകലി ആത്മാവിൻ്റെ നിറവിൽ എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചേ. ഊഢമൽക്കല വൈഡവ ശന്തൽ. ഓ ഹല്ലേലൂയ. റസിയാന്തൽ കനവൈഡവ. ആത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങണമേ കർത്താവേ. ഓരോരുത്തരുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകരണമേ കർത്താവേ. ഇന്ന് ആത്മാവിൻ്റെ സൗഖ്യങ്ങൾ വ്യാപരിക്കണമേ കർത്താവേ. ആമേ ആത്മാവിൻ്റെ വിടുതലുകൾ ഈ ദൈവസഭയ്ക്കകത്ത് വ്യാപരിക്കണമേ കർത്താവേ. അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ. ആമേ ഭാരത്തോടെ ഇരിക്കുന്നവരുണ്ട്, പ്രയാസത്തോടെ ഇരിക്കുന്നവരുണ്ട്, ആത്മാവിനെ പുറത്തേക്ക് കൊണ്ടുവരണമെന്ന് ഓരോരുത്തരും ദൈവസന്നിധി പ്രാർത്ഥിക്കും. സൗബ്രദർ പ്രാർത്ഥിച്ചാട്ടെ യേശുവിൻ്റെ നാമത്തിൽ. Thank you, Lord. Thank you, Jesus. Thank you, Jesus. ജീവസനം